കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ടായി. ദേവാലയത്തിൻ്റെ പെരുന്നാളിന് മുമ്പും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹകരമായി നിൽക്കുന്ന ഒരു ഇടവകയാണ്. വൈദികരുടെ എണ്ണം കൊണ്ടായാലും സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ പങ്കാളിത്തത്തിലായാലും വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ദേവാലയമാണ്. അതുപോലെ തന്നെ എബ്രഹാം കോശി അച്ഛൻ ഈ ബൈബിളിൻ്റെ ഒരു എക്സിബിഷൻ, അത് വളരെ അനുഗ്രഹമായിട്ട്, എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നതെന്ന് അറിയാൻ പാടില്ല. ഇതെല്ലാം ശേഖരിച്ച് അത് വലിയൊരു വിജ്ഞാനപ്രദമായ ഒരു ശേഖരമായി സൂക്ഷിക്കുന്നു എന്നുള്ളതിലും പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായി നേതൃത്വം നൽകുന്നു എന്നുള്ളതിൽ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. അഭിനന്ദ തിരുമേനി മതിരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, രാപകലില്ലാണ്ട് ഓടി നമ്മുടെ ഈ പെരുന്നാൾ ഈ നിമിഷം വരെ കൊണ്ടുവന്നെത്തിച്ച് പാടുപെട്ട് സഹകരിച്ച് നമ്മെ നടത്തിയ വന്ദ്യനായ ഡോക്ടർ എബ്രഹാം കോശി അച്ഛൻ, നമുക്കെല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞു. അച്ഛനൊരു വാക്ക് നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അച്ഛൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ അച്ഛൻ നടത്തിയ ഒരു പ്രദർശനമാണ്. ഒരു ക്രിസ്തീയ പൈതൃക പ്രദർശനം. അത് അച്ഛൻ പല സ്ഥലങ്ങളിൽ നിർവഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ ഇടവകയുടെ യുവജന പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ട് അച്ഛനോടൊന്ന് ആവശ്യപ്പെട്ട് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് അതൊന്ന് ക്രമീകരിക്കാം. അച്ഛൻ അതിന് ആദ്യം സമ്മതമൊക്കെ പറഞ്ഞു. എങ്കിലും അച്ഛൻ അതിന് സമ്മതിക്കുകയും വളരെ അനുഗ്രഹീതമായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നമ്മളെല്ലാവരും അത് കാണുകയുണ്ടായി. ധാരാളം ആളുകളൊന്ന് ഒരു പകൽ സമയം 4 മണി വരെയുള്ള സമയം പല അച്ഛന്മാരും സമീപ ഇടവക്കാരും ഒക്കെ വന്ന് കാണുകയുണ്ടായി. ഏതാണ്ട് 115 വേർഷൻസ് ഉള്ള വേദപുസ്തകങ്ങളും പിന്നെ അവിടെ പല സഭയുടെ ധൂപക്കുറ്റികളും കുരിശുകളും എന്ന് വേണ്ട ഒരുപാട് ഐക്കൺ ചിത്രങ്ങളൊക്കെ. ചിലതൊന്നും ആരുടെയാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാനവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞ് എൻ്റെ അടുക്ക് വന്നു. ഒരു കൊച്ചൻ ചോദിച്ചു, ഒരു കുഞ്ഞ് 4 വയസ്സ് 5 വയസ്സായതേ ഉള്ളൂ. അവൻ വന്നിച്ച് ഒരു പടം ചൂണ്ടിച്ച് എന്നോട് ചോദിച്ചു, ഇത് ആരാന്ന്? അത് ആരാന്ന് അറിയാൻ മേലെന്ന് അവനോട് പറയാനൊക്കെ. അവൻ നിൻ്റെ അപ്പൂപ്പനാന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ തലയിൽ ഒന്ന് കൈ കൂട്ടി അങ്ങ് വിട്ടു. കണ്ടത് പകുതി നമുക്കറിയത്തില്ല. പക്ഷേ അച്ഛൻ അതെല്ലാം ക്രമീകരിച്ച് നമ്മുടെ ഈ യുവജന പ്രസ്ഥാനത്തിലെ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എന്ത് ഭംഗിയായിട്ടെന്നറിയാമോ, 4 മണി വരെ രാവിലെ എങ്ങാണ്ട് കിട്ടിയ 2 കഷണം കാപ്പപ്പുഴുക്കുമായിട്ട് 4 മണി വരെ നിന്ന് വളരെ ഭംഗിയായിട്ട് ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ശവസംസ്കാരവും ഒത്തിരി കാര്യങ്ങളിവിടെ ഉണ്ടായിരുന്നു. അച്ഛന് തിരക്കിലായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഭിനന്ദ തിരുമനസ്സോട് പറഞ്ഞ പോലെ 22 രാജ്യങ്ങൾ സന്ദർശിച്ച നമ്മുടെ അച്ഛൻ്റെ ഈ ദീർഘവീക്ഷണം, ആ നല്ല മനസ്സ്, എന്തുമാത്രം കാശ് മുടക്കിയായിരിക്കും അച്ഛൻ ഇതൊക്കെ മേടിച്ചുകൊണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരി സംഭവങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഒരു പ്രത്യേക സന്തോഷമായിട്ട് അറിയിക്കുകയാണ്. ഇന്നലെ അച്ഛൻ അറിയാതെ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെ കുഞ്ഞുങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഈ ഒരു സംരംഭം അച്ഛനെ ഏറ്റെടുത്ത് നടത്തി തന്നുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് അനുമോദിക്കണം. അച്ഛനോട് ചോദിച്ചാൽ സമ്മതിക്കത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കാനൊന്നും പോട്ടെ, നിങ്ങൾ ചെയ്തു അല്ലേ. എന്നാൽ കുഞ്ഞുങ്ങൾ തിരുമനസിൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു പൊന്നാട യുവജന പ്രസ്ഥാനത്തിൻ്റെതായിട്ട് നമ്മുടെ എബ്രഹാം കോശി അച്ഛന് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ നല്ല മനസ്സിനെ കണ്ടുകൊണ്ട് അഭിനന്ദ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഈ അച്ഛനെ ഒന്ന് അനുമോദിച്ച് അനുഗ്രഹിച്ചാലും. സെൻറ്റ് മേരീസ് യുവജന പ്രസ്ഥാനം ഉള്ളന്നൂർ 127ാമത് ഇടവക പെരുന്നാളിനോടനുബന്ധിച്ച് ഫിലോ ബിബ്ലിക്ക ക്രൈസ്തവ പൈതൃക പ്രദർശനം ക്രമീകരിച്ച് നേതൃത്വം നൽകിയ വികാരി ഡോക്ടർ എബ്രഹാം കോശി കുന്നംപുറത്തച്ഛന് പ്രാർത്ഥനയോടെ ആശംസകൾ നേരുന്നു. താങ്ക് യു അച്ഛാ.